സഹോദരങ്ങൾ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ ഗൗരവമുണ്ട്. കാരണം രാത്രിയിൽ കള്ളൻ എന്നതുപോലെ കർത്താവിന്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയുന്നു. സമാധാനവും അക്രമയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകൃതിക്ക് പ്രത്യേകം ഉണ്ടാകുന്നതുപോലെ കർത്താവ് നാശം അവിടെ പ്രകടിക്കും. അതിൽ നിന്ന് സംഭവിക്കുന്നു. എന്താ സഹോദരങ്ങൾ, ആ ദിവസം കള്ളൻ എന്നതുപോലെ നിങ്ങൾ അപ്രതീക്ഷിതമായി പിടികുവാൻ ഇടയാക്കപ്പെടുക. നിങ്ങൾ അന്ധകാരത്തല്ല കഴിയുന്നു. നിങ്ങളെല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും പുത്രന്മാരാണ്. നമ്മെ ആരും തന്നെ രാത്രിയുടെയും അന്ധകാരത്തിന്റെയും മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെക്കാൾ ഉറങ്ങിക്കൊള്ളിയാലും നമുക്ക് ഉണർന്നുള്ളവരായിരിക്കും. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉറങ്ങുന്നവരാകുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നവരാകുന്നത്. അവരുടെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അപകടവും അവസ്ഥയുടെ വിശ്വാസിയായ തടസ്സത്തെയും ധരിച്ച് സുബോധമുള്ളതാവുന്നു. എന്നാൽ നാം ബോധത്തിലുള്ളതെന്നല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷപാലിക്കുമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോട് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽക്കൊണ്ടിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നതത്തിന് വേണ്ടി ഗ്രഹിക്കുകയും ചെയ്യും. കേൾക്കുമ്പോൾ ആത്മാവിൽ അല്ലാതെ വേണം വിടല ഉണ്ടായിരുന്നു. കാര്യം കേൾക്കുമ്പോൾ ഏത് കാരണമാണെങ്കിലും എവിടെ സമയത്തും എങ്ങനെയാണെങ്കിലും ഈ 3 അവസ്ഥയുടെ മനുഷ്യനെ മാത്രമേ ആത്മാവിൽ അല്ലാതെ വേണം. അത് ഏറ്റവും നമ്മുടെ വിഷയമാണ്. ആത്മാവിൽ അല്ലാതെ കിട്ടുമെന്ന് പറഞ്ഞത് ഇത് പ്രയാസം. ദിവസം നിസ്സാരമായി കാര്യമില്ല. ഞാൻ ഭാഗ്യമാണ് കർത്താവ്, ഞാൻ ഭാവി നിർമ്മാണം ഉള്ള മനോഭാവത്തിലുള്ള വ്യക്തി ഇറങ്ങി വരുന്ന ആ അവസ്ഥ, ആത്മാവിലുള്ള അല്ലാതത്തിന്റെ അവസ്ഥ. എളിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രയാസമേറിയ സുഖമാണ്. ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു സുഖം എന്ന് പറയുന്നത് എന്നാണ് എളിമ എന്ന് പറയുന്നത്. എളിമയുണ്ടോ നമുക്ക്? ഉത്സവങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആയിരിക്കും കാര്യങ്ങൾ. നമുക്ക് എളിമയാണ് നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ ശിരസനെ കാണിക്കുമെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എളിമയെന്ന് നടക്കും നമ്മളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആത്മാവ് അതാവും എളിമയെ വചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വചനം പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാന വചനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വചനം. വീണ്ടും യാക്കോബ് 1:22 ചില വചനങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യം, ചില ഉറച്ച ബോധ്യം നമുക്ക് വേണം. യാക്കോബ് 1:22 അറിയും. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാതിയായിരിക്കുന്ന നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മകൾ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. ഇത് നമ്മളെ സ്വയം അറിഞ്ഞിരിക്കുന്ന വചനമാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വചനമാണ്. ഒന്ന്, വർദ്ധിച്ചു വരുന്ന തിന്മകൾ അതെന്തൊക്കെയാണെന്ന് അറിയണം. 2, എല്ലാത്തരം അശുദ്ധിയും ഉപേക്ഷിച്ചിട്ട് നിങ്ങളിൽ പാകിയിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു കാര്യം വചനം. ആ വചനത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യണം? വിനയത്തോടുകൂടി സ്വീകരിക്കും. അത് നമ്മൾ അറിയിക്കണം, പറഞ്ഞു കൊടുക്കും, സാധിച്ചു. അതുതന്നെ 1 തെസ്സലോനിക്ക 5:6 നമ്മൾ വായിച്ചു പോയതാണ്. അതിനകത്ത് നമ്മൾ ആരും അന്ധകാരത്തിന്റെ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുഖമുള്ളവരായിരിക്കും. മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുഖമുള്ളവരായിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് ഉറങ്ങി കിടക്കും. നമ്മൾ മറ്റുള്ളവരെ കൂടെ ഉറങ്ങിയിരിക്കാതെ സുഖമുള്ളവരായിരിക്കും. അതിനുവേണ്ടി അറിയോ 1 തെസ്സലോനിക്ക 5:11 5:10 ഉറക്കത്തിലും ഉണർവിലും നാം അവരോടിച്ച് ഉണർവിൽ മാത്രം അതിൽ മാത്രം യേശു കഴിഞ്ഞാൽ പോയാ. രാത്രി യേശു രാത്രി കഴിയുമ്പോൾ രാത്രിക്ക് സങ്കീർത്തനം നമുക്ക് സങ്കീർത്തനം 17:3 അത് സങ്കീർത്തനം 26:2 രാത്രി. അപ്പോൾ ഉറക്കത്തിലും ഉണർവിലും നാം അവനോടിച്ച് ചിരിക്കേണ്ടതാണ്. ഇപ്പൊ മറ്റുള്ളവരെ ഈ ഉറങ്ങിയൊക്കെ കഴിയുകയാണ്, പക്ഷെ നമ്മൾക്ക് അത് ഉറങ്ങി ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ പ്രകാശത്തിന് മക്കളാണ്. യോഹന്നാൻ 8:12 ദൈവം പ്രകാശമാണ് എന്ന് അനുഭവിക്കുന്ന ഒരിക്കലും. പിന്നെ നമ്മൾ ഏറ്റു പറയേണ്ട സാക്ഷ്യം ഇതാണ്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അശേഷം പോലും അണ്ടാതെ പറയുന്നില്ല. 1 യോഹന്നാൻ 1:5 പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. 2 വിഷയമാണ്. ഒന്നെന്താണ്?
പ്രയാസം. നമുക്ക് വേറെ ദിവസം ലൈവ് ക്ലാസ്സിന് പ്രയാസത്തെക്കുറിച്ച് അന്ധകാരത്തെക്കുറിച്ചും വേറെ ദിവസം പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞ കാര്യം നോട്ട് കിട്ടും കേട്ടോ. തുടങ്ങി പറഞ്ഞപ്പോൾ പറഞ്ഞോട്ടാൻ ഒരു ദിവസം മുന്നേ വിഷയം തന്നെ. പിന്നെ ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അത് പറയുന്നത് വരികയെ ദക്ഷിണ ഓർത്തിട്ടാണ്. എന്നിട്ട് പിന്നെ ക്ലാസ്സിലും പറയാം ഇതിന്റെ വിഷയങ്ങൾ പറഞ്ഞായിരുന്നു. നിങ്ങളതിനനുസരിച്ച് ക്ലാസ്സിൽ കേൾക്കാൻ പറ്റും. നമ്മള് അന്ധകാരത്തിന്റെ മക്കളും പ്രയാസത്തിന്റെ മക്കളുണ്ട്. അപ്പൊ നമ്മളാകാത്ത പ്രയാസത്തിന്റെ അന്ധകാരത്തിന്റെ മക്കളുണ്ട്. അതുപോലെ എസ് 22-24 പറയുന്നതുപോലെ അശുദ്ധവും വിശുദ്ധവും ശുദ്ധവും അശുദ്ധവും വേർതിരിച്ച് അറിയണം. വളരെ വ്യക്തമായിട്ടുള്ള അറിയേണ്ട ചില കാര്യങ്ങളാണ് തന്നെ. ഈ അന്ധകാരം എന്താണ്, പ്രകാശം എന്താണ്, യാതൊരു സംശയം വരാതെ മനസ്സിലാക്കേണ്ട ഒരു സത്യം. എന്താണ് വിശുദ്ധം, എന്താണ് അശുദ്ധം, ഏതൊക്കെയാണ് ശുദ്ധിയുള്ളത്, ഏതൊക്കെയാണ് ശുദ്ധി ഇല്ലാത്തത്, ഇത് നമ്മൾ പ്രത്യേകം അറിയേണ്ടത്. ദേവിയുടെ പുസ്തകം 10-10 വാക്യം. ദേവിയ 10 ദൈവമായി കൽപ്പിക്കുകയാണ്. ഇത് കൽപ്പിക്കണം. നിങ്ങൾ അശുദ്ധവും ശുദ്ധവും നിർമ്മലവും മലിനവും തിരിച്ച് അറിഞ്ഞിരിക്കണം എന്നർത്ഥം തന്നെ അതിനുള്ള സത്യം. അപ്പൊ നമ്മൾ ഇത് അറിയേണ്ടത് വളരെ അത്യാവശ്യം. അപ്പൊ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒത്തിരി പഠിച്ചു പോകുമ്പോൾ അവസാനം കണ്ടുപിടിച്ചു പോയി. ഈശോ പറഞ്ഞ കൈശം പറയുന്നത് രണ്ടുപേരും വീട് വളരെയായിരിക്കണം. എല്ലാവർക്കും ബാധകോ മത്തായി 7-24-28 വാക്യം. ഒന്ന് നല്ല പാവപ്പുറത്തന്നെയായിരുന്നു, നല്ല അടിപ്പറങ്ങലായിരുന്നു, അതിന് ടേസ്റ്റിയില്ല, വീണ് പോയില്ല, അവസാനം വരെ ടേസ്റ്റ്. ഇങ്ങനെയുള്ളവരാണെങ്കിൽ മർക്കോസ് 13 പറഞ്ഞ പോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നുണ്ട്. വായിക്കാന്നോട് പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു അല്ലെ, അവസാനം സഹിച്ചു നിൽക്കുമ്പോൾ രക്ഷ. അതുപോലെ ലൂക്കാസ് വിശേഷം 21-19, ലൂക്ക 21-19. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. ഭയങ്കരമായ പീഡനങ്ങൾ നമുക്ക് പക്ഷെ നേരിടേണ്ടി വരും. ഇങ്ങനെ നേരിടുന്ന പീഡനങ്ങളിലും ഉറച്ചു നിൽക്കുക വഴി നിങ്ങൾ നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കും, ജീവനെ നേരിടും. അപ്പോൾ അവസാനം കഴിഞ്ഞാൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാറ്റും തേങ്ങാലും കോളൊക്കെ അടിക്കും. അവിടെ അതിനെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ നല്ല അടിത്തറ നമുക്കായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ഇവിടെ നമുക്കായിരിക്കണം നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ മറ്റുള്ളവരോട് പലരും പ്രഘോഷിക്കാൻ ആഗ്രഹിക്കും. നമ്മൾ അടിത്തറയോട് ആഗ്രഹിക്കുക. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു. 66-2 അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് കിട്ടില്ല. ഒന്ന് രണ്ടാമതിനേക്ക് നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. പക്ഷേ പഠിപ്പിക്കണം. പ്രകാശം ഉണ്ടാകുന്ന നമ്മുടെ വ്യത്യാസം. പിന്നെ ബൈബിളിൽ പറയുന്ന പാഠങ്ങൾ ഏതെല്ലാമാണ്, ഈശോ വന്നത് എന്തിനാണ്, ഈശോയുടെ രക്ഷ എന്താണ്, പിശാചി അവന്റെ പ്രവർത്തനം എന്താണ് എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഈശോ നിങ്ങൾ അന്ധകാരത്തിന്റെ മതമില്ല, പ്രകാശത്തിന്റെ മതമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു വിധമായ ആൾക്കാർ അന്ധകാരത്തിന്റെ മതമാണ്. അവിടെ യേശയ്യ 45:3 നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നീ അറിയാൻ വേണ്ടി നിനക്ക് ഞാൻ അന്ധകാരത്തിന്റെ നിധികൾ നേരിടാം എന്ന് പറയുന്നത്. കുട്ടികളെ പറ്റുന്നതാണ് യേശയ്യ 45:3. രഹസ്യ വായിച്ച് യേശയ്യ 45:3 നിന്നെ പേടിച്ചെന്ന് വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിന്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. അന്ധകാരത്തിന്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. വളരെയധികം ആൾക്കാർ ചോദിക്കാനുള്ള ചോദ്യമാണ്. ഈശോയുടെ രക്ഷയിലേക്ക് വരണമെങ്കിൽ, നിത്യരക്ഷയിലേക്ക് നമ്മൾ വരണമെങ്കിൽ പിശാചിന്റെ കാര്യം അറിയേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നു. ഈശോയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പോലെ സാധാരണ ആൾക്കാരുടെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ സംശയം ഇല്ലേ, നമ്മുടെ ചോദിച്ചില്ലേ ഈശോയോട് പറഞ്ഞെങ്കിൽ മലയാളമാരുടെ വിശുദ്ധന്മാരുടെ പുണ്യാളന്മാരുടെ കാര്യം പറഞ്ഞാൽ അത് പിശാചിന്റെ കാര്യം ഇങ്ങനെ അറിയുമെന്ന് നമ്മൾ ഞങ്ങളോട് ചോദിച്ചു. ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നില്ലേ, പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ലെങ്കിൽ, പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ മേഖല എന്താണെന്നും പിശാച് ആരാണെന്നും അറിയുന്നില്ലെങ്കിൽ എങ്ങനെ നമ്മൾ അവന്റെ തന്ത്രങ്ങളെ ചെറുത്തും. ഒരു ഈശോ പല കാര്യങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ച് നമ്മൾ ഓടിക്കുന്ന പൗരസംസ്ഥാനിൽ പോലും ചിലർ പറയും ഞങ്ങൾക്ക് നാളെ സുവിശേഷം വരും, മറ്റു വേഗങ്ങളൊന്നും വേണമെന്നും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും ഈശോ പറയാൻ വളരെ വ്യാഖ്യാനം പൗരസ്വരാജ് ഈ ലേഖനങ്ങൾ നമ്മൾ തന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിക്കാൻ മേലാത്ത ഭയാനകമായ അവസ്ഥ നമ്മൾ സംഭവിച്ചത്. ഈ ലേഖനങ്ങളൊന്നും നിസ്സാധാരണ ഇവിടെ ഗ്രഹിക്കുന്നതല്ലോ അങ്ങനെ ഓർമ്മിക്കരുത്. ഈ 1-14-37 ആൾക്കാരുടെ ലേഖനം അംശന്മാർക്ക് പറയുന്നത് വിശുദ്ധമായിട്ട് പോയിട്ട് പഠിക്കാൻ ചെയ്യാൻ ഒരിക്കലും ഓട് വരാനുണ്ടല്ല, അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും പറയുന്നു. 34 ശിശുക്കളുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങൾ സ്ത്രീകൾ മൗല്യമായിരിക്കണം. മാത്രം പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദാഹരണം ചിരിക്കുന്നേ ഉള്ളൂ. ഈ ഒരു വചനം തന്നെ തന്നതുകൊണ്ട് ഈ വചനം അറിയാവുന്ന സഹോദരന്മാർ എപ്പോഴും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് വിചാരിച്ചിട്ടായി പോകുന്നു. ഈ ഒരു വചനം ഇല്ലെങ്കിലും പത്തക്കോസുകാർ കൊണ്ട് നടക്കുന്നവരെ നമ്മുടെ കത്തോലിക്ക സഹോദരന്മാരെല്ലാം പറയാം വൈകുന്നേരത്തിൽ ലോകത്തോട് ഓടുകയാണ്. അഗ്നിമാരെ സുഷ്ടാതായി മേടിച്ചതിനും പിശാചിന്റെ സുഷ്ടാതാരം മേടിച്ചതിനും. അപ്പോൾ ഈശോ പറയുന്ന പല കാര്യങ്ങളുടെയും അർത്ഥം നമുക്ക് വേർതിരിച്ചിരിക്കുന്നത് ഓരോ സ്വീകാര്യതയും പത്രോ സ്വീകാര്യതയും എല്ലാമാണ്.
അതുകൊണ്ട് ഈശോ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യം നിഗൂഢമാണെന്നുള്ളതായ വീണ്ടും ഓർക്കണമെന്ന്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. മത്തായി 13:35. ലോക സ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അരുളി ചെയ്യും എന്നുള്ള വചനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത്. കാരണം ഈശോ ഓമകളുടെ വിത്തിന്റെ ഓമയില്ല, വിത്തിന്റെ ഓമമാണ് പറയുക കുറെ ആൾ പറയുകയാണ്. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്നത് ഞാൻ പ്രസ്താവിക്കുന്നത് ദൈവം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓമകളിൽ കൂടെ സംസാരിച്ചത്. എന്നിട്ട് ഇതൊന്നും പിടിയില്ല ശിഷ്യന്മാർക്ക് പറ്റും. പക്ഷെ അവസാന ശിഷ്യന്മാരെ ചോദിച്ചു, ഞാൻ യുവമാരെ അർത്ഥമൊന്നും മനസ്സിലാക്കിയതാണ്. നമ്മുടെ ടീച്ചറെ ശാസ്ത്രജ്ഞൊക്കെ നീന്തും വ്യായാമത്തിലൊന്നുമില്ലേ എന്നൊക്കെ ടീച്ചർ വിളക്കെടുത്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ വ്യാഖ്യാനത്തിന്റെ ഒന്നും അറിയുന്നു. അതുകൊണ്ട് അപ്പസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 26 മുതൽ 40 വരെ നിങ്ങൾ ആളിനെ കണ്ടുപിടുന്നത് ആരാ? ക്ഷമനായ മനുഷ്യൻ, എത്യോപ്യ രാജ്ഞിയുടെ മഹാവിയായമായ മനുഷ്യൻ തീർച്ചയായും വായിച്ചു. പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പ്രാർത്ഥനക്കാരാണ് തിരിച്ചു പോകുന്നത്. ബൈബിളൊക്കെ വായിച്ചു. നമ്മൾ വേണ്ടത് ആ മനുഷ്യൻ ബൈബിൾ വായിക്കുകയായിരുന്നു. ഇല്ലേ? ബൈബിളല്ലേ? പ്രവചനം വായിക്കുകയായിരുന്നു. അത് വായിച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു. അവിടെ എല്ലാ ആത്മാവിന്റെ ബോധങ്ങൾ വേണമെന്നുണ്ട്. ഫിലിപ്പോസിനെ സുവിശേഷം കൊടുക്കുമ്പോൾ ആരയച്ചു? അല്ല, പുള്ളിക്കാർക്ക് അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുമ്പോഴത്തേനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അയക്കണം. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യം. അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷ പ്രസംഗമില്ലാതെ എങ്ങനെ കേൾക്കും? ഇതൊക്കെ പറയുന്നുണ്ട്. വിശ്വാസം കേൾക്കുന്നതാണ്. അത് അയക്കപ്പെടുന്നില്ലെങ്കിൽ പോകാനും പ്രസംഗിക്കാനൊന്നും പറ്റില്ല. ഈ അയക്കലാവട്ടെ എങ്ങനെയറിയോ? മത്തായി 10:16. ഇതാ നിങ്ങളെ ചെന്നായത്തിന്റെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞാൽ അയക്കുന്നു. അതാണ്. അപ്പൊ അവിടെ ഈശോ ഉദ്ദേശിച്ചതാണ് ചെന്നായി കുഞ്ഞാട്. നമ്മളെ കാണുന്ന വിചാരിക്കാറാ വിചാരിച്ചാൽ. അപ്പൊ ഇതൊക്കെ അനേകം ചോദിക്കുന്നത് സംശയിക്കുന്ന വീട്ടിൽ ഞാൻ പറയാം. ആ ധാരാളം നമ്മളോട് തിരിച്ചാൽ ചോദിക്കുന്നത് ഞാനൊരു വളരെയധികം വ്യക്തി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസയ്ക്ക് വേണ്ടി എന്തിനാണ് ഈ കാര്യം അറിയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് എനിക്കൊരു സംശയം പാടില്ല. നമ്മുടെ ഈ കുറെ ആളുകളാണ് നമ്മള് അക്ഷരങ്ങൾ അറിയുന്നു. നിങ്ങളുടെ അപ്പസഹോദരോട് വിളിക്കപ്പെടണം. നിങ്ങളുടെ ഉറപ്പ് ഞാൻ അപ്പസഹോദരോട് വിളിക്കപ്പെട്ട നല്ല ഉറപ്പുള്ള കഴിഞ്ഞു. നിങ്ങൾ സംശയിച്ച് വാങ്ങുക രണ്ടുപേരും അറിയാൻ വേണ്ട. അവർക്ക് എവിടെ ഞാൻ അപ്പസഹോദരോട് വിളിക്കപ്പെടാൻ പോകുന്നത് ചെയ്താൽ ഇനി അല്ലാതെ പോകുന്നവരെ വിളിക്കും. അപ്പസഹോദരോട് അല്ലാതെ വിളിക്കുന്നവർ കൈവക്കാത്തവർ അവരുടെ കൈ വെക്കാത്തവർ പറയുന്നു. കൈവയ്ക്കും വൈക്കണം കൈകാര്യം. അപ്പൊ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ സ്വാഭാവികം കാര്യം കഴിയുമായിരുന്നു. കാരണം എന്തെങ്കിലും അപ്പൊ ആദ്യം ആഗ്രഹിക്കേണ്ടതാണ്. ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പസ്തല നിലയിൽ തന്നെ ആണ്. ഒരു സംശയമാണ്. ആ കഥയിലേക്ക് നിങ്ങളെയും ഈശോ കൊണ്ടുവരികയാണ് കേട്ടോ. കാര്യങ്ങൾ അത് പറയാൻ മതിയോ? അപ്പസ്തലയാണ് എന്താ പറഞ്ഞ ഒന്ന് എല്ലാ മനുഷ്യരും പറയണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെ രസിക്കുക. അതുപോലെ രണ്ടേകാ അവസ്ഥയിലാണ് ആഗ്രഹിക്കുന്നത്. താങ്കൾ ബാധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പ്രകാശം ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് അറിയണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ആയി നമ്മൾ ചുറ്റിപ്പോകുള്ളൂ. ഇനി എന്നെ ഈശോ വിളിച്ചിരിക്കുന്നത് ഏത് ഹൃദയത്താണ്, ഏതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ വരം മാത്രമാണ്. ഈ വയലും നല്ല വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വെച്ച് കഴിഞ്ഞ വിക്ഷോഭം ഇന്നുണ്ടാകാറുണ്ട്. വയനാട് മുൻകരം മരണമുണ്ടാകും. കറക്റ്റ് നമ്മൾ വിളിക്കുന്നത് ഉണ്ടല്ലോ. നമ്മളായിട്ട് വിശ്വാസം സംസാരിക്കുന്നു. ഇപ്പം വേറെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു ചോദിക്കുന്നത് കൈ പൊക്കിയാലും പൊക്കാത്തത് അപ്പസ്തല ഹൃദയത്തിലേക്ക് ഈശോ വിളിച്ചിരിക്കുകയാണ്. 1 കൊറിന്തോസ് 12-ാം അധ്യായം 27-28 വർഷങ്ങൾ വായിച്ചു. 1 കൊറിന്തോസ് 12 27-28 വാക്യങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായികൾ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പൊ സഭയിൽ ഒന്നാമത് അപ്പസ്തലന്മാരെ, രണ്ടാമത് പ്രവാചകന്മാരെ, മൂന്നാമത് പ്രബോധകരെ, നാലാമത് പ്രവർത്തകരെ, അഞ്ചാമത് രോഗശാന്തിക്കാരെ, ആറാമത് സഹായകരെ, 7 ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ ആസാദക്കാരെ ഇങ്ങനെവരെ നിയമിച്ചിരിക്കുന്നത്. അല്ലേ? ആരാണ് നിയമിച്ചിരിക്കുന്നത്? ഇരുപതാമത് ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നത്. അല്ല വേറെ ആരുമല്ല, വേറെ ആരുമല്ല. ദൈവമാണ്. ഒന്നാമത് അപ്പസ്തലന്മാര്, രണ്ടാമത് പ്രവാചകര്, മൂന്ന് പ്രബോധകർ. നമ്മുടെ കേരളത്തിന്റെ ആ ചരിത്രം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം സഭയിൽ ഒന്നാമത് ഇങ്ങനെയാണെന്ന് പറയുന്നു. നമ്മുടെ മനുഷ്യരെ കുറിച്ച് നമ്മുടെ വാക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമതാണ്
രോഗശാന്തി ഒന്നാമത്. ഇതാണ് ശരി. ഒന്നാമത് രോഗശാന്തിക്കാര്, രണ്ടാമത് വാസാറക്കാര്, പിന്നെ മൂന്നാമത് ദസറക്കാര്, അവസാനം അപസവസാനം എന്നൊക്കെ പറഞ്ഞു ഒരു കഥ ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ഏറ്റവും വലിയ സത്യമാണ്. ഞാൻ അറിയാത്തുന്ന ഒരു സത്യമാണ്. അല്ലെ നിങ്ങളെനിക്ക് ഉച്ചമനുഷ്യരിക്കും നിങ്ങളെനിക്ക് മലയാളം പറഞ്ഞാണ് സംസാരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരേ കേട്ടു മാത്രം ഇരിക്കരുത്. ഞാൻ അപേക്ഷിക്കുന്നു പല സംശയങ്ങൾ ചോദിക്കുന്നു ഇടയ്ക്ക് സംശയം നോക്കി കിട്ടുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് അപ്പസ്വലന്മാർ. ഇനി നമുക്ക് അപ്പസ്വലന്മാരുമായിട്ട് ഒരു സംശയമുണ്ട്. ഇത്രയും അപ്പസ്വലന്മാർ വന്നു, ഞങ്ങൾ അപ്പസ്വലന്മാർ അറിയപ്പെട്ട ആര് വന്നു, നമ്മൾ തൊഴിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം ഇത് അപ്പസ്വലം തന്നെയാണോ അല്ലയോ. ഞങ്ങളുടെ വാസ്തവം ഇല്ലേ അപ്പസ്വലം തന്നെയാണോ അല്ലയോ കണ്ടുപിടിക്കണം. എന്നൊക്കെ അവസാനം ആക്കി എനിക്ക് പറ്റും, നമുക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാത്ത സുഖമാണ്. ഒന്ന് യോഹന്നാൻ 4:1 എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാവിനെ പരിശോധിച്ച് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് വിവേചിച്ച് അറിയണം. കാരണം പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വലിയ വെല്ലുവിളിയാണ്. പ്രിയപ്പെട്ട നല്ലീകക്കാരെ, ഞാൻ നിങ്ങളാകുന്ന ഓരോ വ്യക്തികളുടെ ദൈവത്തിന് വെല്ലുവിളി. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ ഒന്ന് വായിച്ചു 1 യോഹന്നാൻ 4 പ്രിയപ്പെട്ടവരെ അഭിസംബോധനയുണ്ട്. എനിക്ക് അഭിസംബോധന എങ്ങനെയാണ്? പക്ഷേ പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവർ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ച് ആത്മാക്കളെ പരിശോധിച്ചറിഞ്ഞ് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് വിവേചിച്ച് അറിയണം. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ചോദ്യമാണ്. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യേകിച്ച് ഭാഷ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇനി മൊത്തം വായിച്ചു, അതിന്റെ വാക്ക് വായിച്ചു, 3 തരം വായിച്ചു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശു ശരീരം ധരിച്ചു വന്നത് സംഭവിക്കുന്ന ആത്മാവ് അല്ലാത്ത ആത്മാവ് വളരെ പ്രശ്നം ഉണ്ടാകുന്നു. യേശുവിന്റെ നാമത്തിലൊന്ന് കാണിക്കുമ്പോൾ ഇവിടെ പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ ഒരിക്കലും ആത്മാവ് അങ്ങനെയാണ് ഞാൻ കാണിച്ചത്. ഈശോയുടെ നാമത്തിൽ കാണിച്ചത് ഞാനൊന്ന് വിശ്വസിക്കരുത്. ഇവിടെ ചിന്തയ്ക്ക് അതുകൊണ്ട് നമ്മളെ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റു പറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അപ്പൊ യേശു ഏറ്റു പറഞ്ഞ ഒരു ആത്മാവ് ദൈവത്തിൽ നിന്നാവോ അല്ലെന്ന് ഇരിക്കട്ടെ. കാരണം ഈശോ ഏറ്റു പറഞ്ഞാൽ നമ്മൾ അത് കാണിക്കുന്നു. മത്തായി സുവിശേഷം 24:23 വായിച്ചു. ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ക്രിസ്തു ഇവിടെ ഉണ്ട്, ഈശോ അവിടെ വന്നതാണ് ആരും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നല്ല ക്രിസ്തുകാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യതയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കപ്പെട്ട വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഭയങ്കരമായ ഈ കാര്യം കഴിഞ്ഞ് ആകെ മേടിച്ചിരിക്കും. കല്യാണം കഴിയില്ല. എന്നെ വിളിച്ചു നല്ല ബോധമുണ്ട്. കല്യാണക്കാരാണെങ്കിൽ സായകുട്ടിയായി പരിശ്രമിക്കുന്നു. എന്നെ ഇത് കല്യാണം ഞാൻ വിശ്വസിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ പറയുക. തെരഞ്ഞെടുക്കപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടുന്ന് അടയാളം വരുന്നതും പ്രവർത്തിക്കുന്നു. അതുപോലെ നമുക്ക് ഇതുവരെ ആവശ്യം നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ പോയി പറഞ്ഞു. നാട്ടിലെ നടക്കാൻ വിട്ട് അറിയിക്കുക. ഇവിടെ ഇവിടെ 1:12 ആത്മാവിനെ തിരിച്ചറിയുവാനായിട്ടുള്ള വരം. അപ്പോൾ ഈശോയും പറഞ്ഞായിരിക്കും പല ആത്മാക്കം പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ അറിവ് കണ്ടുപിടിക്കാൻ പ്രത്യേക കൃപതന്നെ ആവശ്യമാണ്. ഈശോയുടെ കൃപ അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ കാരണം അറിവ് ഈശോയെ നമുക്ക് വളരെ പറയാനുള്ള കാണിക്കുന്നു. ആ അറിവ് കണ്ടുപിടിച്ച് വളരെ ബോധത്തോട് പറഞ്ഞ് ഈ അറിവിൽ ഇന്ന അറിവിലാണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രത്യേകമായ ഒരു ആളാണ് ഈശോ ദുർഗത്തിനോട് പറയുന്നു. ഈ അറിവ് ഇന്നതൊന്നുമല്ല, ഇന്ന അറിവിലാണ് ഇന്ന തരത്തിലുള്ള അറിവ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കാരണമായോ യേശുവിന്റെ ഇവിടെ നമ്മൾ സമ്മതത്തിന്റെ നമ്മൾ കുറെ ആവശ്യം നടത്തുന്നത്. അപ്പൊ നമ്മളെ ഏത് കൃപകളാണ് ഈശോ വിളിച്ചിരിക്കുന്നതെന്നും ആ കൃപ എന്താണെന്നും എങ്ങനെയാണ് അതിനെ പ്രവർത്തിക്കേണ്ടതെന്നും നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ആദ്യം പഠിക്കണം. ഒരാൾ ഇത് വളരെ ശിക്ഷ കഴിക്കും. നമ്മൾ കൃപത്തിനെ വിളിച്ച് നോക്കവരും ചില കുഴപ്പമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ബോധ്യമില്ലാഞ്ഞോണ്ടാണ്. ആ കുഴപ്പം കിട്ടിയില്ലെങ്കിൽ ഇന്നലെ നാളെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ പതിനെട്ടാസ് പ്രയോജനം പോകും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ സംശയം കാണും. പ്രവർത്തനം പോകും. നാളെ വേറെ സ്ഥലം അങ്ങോട്ട് പോകും. കിട്ടുന്നത് അല്ലേ?
അങ്ങനെ ദിവസം ഒന്നും കിട്ടുന്നുണ്ട്. കിട്ടുക ആത്മീയവാസിയാണ്, ഇവർ വലിയ ആത്മീയവാസിയാണ്. കിട്ടിയാൽ മുറുകെ പിടിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അത് കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഈ 2 പേരുടെ നാളെ വേദന, 2 പേരുടെ നാളെ വേദന വിശ്വാസം ഒരു മണ്ഡപത്തെ ഇങ്ങനെ കിട്ടുന്നത്. മണ്ഡപം നാളെ പോയാൽ ചിലർ കടന്നുമായിട്ടും തിരിച്ചു വ്യത്യാസം. നമ്മൾ വളരെ ജാഗ്രത ആവശ്യമാണ്. കാരണം വെറുതെ ഒരു ദൗത്യമല്ല ഏൽപ്പിച്ചിരിക്കുന്ന ഈശ്വരൻ, വെറുതെ ഒരു ദൗത്യമല്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാരോട് വളരെ ജയിക്കാൻ പ്രയാസമുള്ള ഒരിക്കൽ ജ്ഞാനം വളരെ മനസ്സിലാക്കാൻ ഉത്സവം പ്രയാസമുള്ള വലിയ പ്രബോധന നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഒരു പ്രത്യേകത എന്താ പറയുക, അപ്പസറുടെ ഒരു പ്രത്യേക ഭാഗമാണ്. വളരെ വലിയ നമ്മുടെ അപ്രധാനം പോലും അറിയാം അതിനെക്കുറിച്ച് വളരെ ആരും ശ്രദ്ധിക്കാതെ നടക്കുന്ന വളരെ എത്ര കാര്യങ്ങളൊക്കെയാണ് വളരെ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇല്ലേ? എല്ലാവരും പറഞ്ഞ നമ്മൾ വളരെ ദിവസം പ്രത്യേകം പ്രവർത്തനം റോമാലേഖനം 1 5 ഭാഗങ്ങൾ 5 വരെ റോമാലേഖനം 1 ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിനയത്തും സകല ജാതികളുടെയും ഉള്ളതാകേണ്ടത് കൃപയും അസത്തോളം സാധനം പ്രാപിച്ചിരിക്കുന്നു. 2 കാര്യം സാധിച്ചിരിക്കുന്നത്, 2 കാര്യം പ്രാപിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ അല്പം പ്രാവശ്യമാണ്, നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിനയത്തും സകല ജാതികളുടെ ഇടയിൽ ഉള്ളതാകേണ്ടത് അവന്റെ നാമത്തെ പ്രതി, അത് യേശുക്രിസ്തു എന്ന നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിനയത്തും വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് സകല ജാതികളുടെ ഇടയിൽ ഉള്ളതാകേണ്ടത്. സകല ജാതികളുടെ ഇടയിൽ വിശാലമായ പോരാ, കളിക്കുന്നത് മുസ്ലിംസ് എങ്കിലും എല്ലാ ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടത് ഇവരുടെ കൃപയും അപ്പസ്തോലസ്ഥാനവും പ്രാപിച്ചു. ഞങ്ങൾ കൃപയും അപ്പസ്തോലസ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. 2 ആവശ്യം, കൃപയും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരെ ഉൾപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരെ കൃപയും അപ്പസ്തോലസ്ഥാനം പ്രാപിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അത് ഉൾപ്പെടുന്നു ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഉൾപ്പെടുകയാണ്. ഇത് നമ്മളത് വേറെ നമുക്ക് ആവശ്യമാണ്. അതാണ് പറയാൻ പറയുന്നത് 2 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യം. കാരണം പറഞ്ഞില്ല അങ്ങനെ നമ്മളെ അർത്ഥം പോകാവും. 2 പത്രോസ് 3-ാം അധ്യായം 17-ാമത്തെ കാര്യം വയ്യ പിന്നെ കാണുന്നത് വായിക്കും. സമാധാനത്തെ കഴിയുന്നവരായി നിങ്ങൾ അവരെ കാണപ്പെടാൻ വേണ്ടി ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് ഇല്ലാത്തവരായി സമാധാനത്തെ കഴിയുന്നവരായി നിങ്ങൾ അതിന് കാണപ്പെടാൻ വേണ്ടി കാണപ്പെടുന്നവരായി ഉത്സാഹിക്കണം. ആവശ്യം വേണ്ടതാണ്. പറയും കടമ്പോഴും ഇല്ലാത്ത വിശുദ്ധരായ മക്കളായി രൂപാന്തരപ്പെടുന്നു. അത് നമുക്ക് റോമലേഖനം എഴുതിയിട്ടായിരുന്നു. റോമലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന് വിശുദ്ധരായവർക്ക് വിശുദ്ധരായ വിളിക്കപ്പെട്ടവർക്കുള്ള റോമായുള്ള വിശുദ്ധപ്പെടുന്നത് 1 Corinthians 1:2 1 Corinthians 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വിശുദ്ധരായ വിളിക്കപ്പെട്ടവർക്ക് വിശുദ്ധരായവർക്ക് അവർക്കോട് പറയുന്നു. ഇവിടെ നല്ല റോമായുടെ വിശുദ്ധത്തിന് പറഞ്ഞു. ഈശോയുടെ ആ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരണം. അപ്പൊ പറയും കടമ്പവും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്ന മനുഷ്യരായിട്ട് നമ്മളോട് വിവാദത്തിലുള്ള ആദ്യം അത്രയും വന്നിട്ട് പിന്നെ ചെയ്യേണ്ട പ്രവർത്തനം നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും ഈ കൃപമായ പ്രത്യേകം നോക്കണം. കൃപയിലും അതിനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ ജാഗ്രത കൃപ എന്ന് പറഞ്ഞ വാക്കിനെക്കുറിച്ച് കൂടെ വരുന്നു. അല്ലോ കൃപ വരുന്നു. കൃപ എന്ന് പറഞ്ഞ വാക്കിനെക്കുറിച്ച് നല്ല ഓരോരോ രഹസ്യം 2-8 പറയുന്നത് ഞാൻ കേൾക്കുകയാണല്ലോ. വിശ്വാസത്തിന്റെ കൃപയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ കൃപയെക്കുറിച്ച് രഹസ്യം അത് നിലനിർത്തി കിട്ടിയില്ല. എന്താണെന്ന് നിങ്ങൾ അറിയാൻ ഏറ്റവും വലിയ സത്യം തന്നെ വരുന്നത്. സാധനത്തിന്റെയും അടിസ്ഥാന എല്ലാത്തിനെയും ടെക്നിക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന അതാണെന്നറിയോ, ഈ കൃപയാണ്. ഈ കൃപയില്ലെങ്കിൽ യാതൊന്നും. ഇതാണ് ഏറ്റവും ആത്മീയ രഹസ്യം. അതൊരു രഹസ്യം തന്നെയായിരുന്നു, നിഗൂഢമായ രഹസ്യം തന്നെ. റോമാലേഖനം 16-ാം അധ്യായം 25 മുതൽ 27 വരെ യുഗയുഗാന്തരങ്ങളായിട്ട് നിഗൂഢമായിട്ട് സ്ഥിതി ചെയ്യുന്ന രഹസ്യത്തിന്റെ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ കൃപയെക്കുറിച്ച് വെളിപ്പെടുത്തി തരിക എന്ന് പറഞ്ഞത് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 17 വരെ വാക്യം. നിയമം മോശ വഴി ഉണ്ടായി, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും എന്താ സ്വീകരിക്കുന്നു? കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ കണ്ടോ, അവനെ പറ്റിയുള്ള അറിവിലും കൃപയിലും നിങ്ങൾ ഈ കൃപയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ ഈ അപ്പസ്തോല വരം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകമായ കൃപയാണ്. അപ്പസ്തോല കൃപ എന്ന് പറയാൻ ആവശ്യം.
ഇത് തെളിഞ്ഞിരിക്കണമെങ്കിൽ ഇത് തെളിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൊരിന്തോസ് 12:12 2 കൊരിന്തോസ് 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിച്ചു എന്തൊക്കെ വേണം? തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തിയോടും കൂടെ എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലും ഒരു അപ്പോസ്തലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകും. എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തലൻ ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് ഒരു അപ്പസ്തലൻ തിരിച്ചറിയേണ്ട കാര്യമാണ്. തെളിവുകള്, അടയാളങ്ങള്, സഹനം, ശക്തി, ഇതുവഴിയായിട്ട് അപ്പസ്തലൻ ചേർന്ന അടയാളങ്ങൾ നൽകപ്പെട്ടു. ഇനി ഒരു അപ്പസ്തലനാണെങ്കിൽ ഇത്രയും കാര്യം ആ വ്യക്തിയിൽ വേണം. അടയാളങ്ങൾ കാണിക്കണം, ശക്തി വേണം, ദൈവത്തിന്റെ ഭയങ്കരമായ ശക്തിയാണെന്ന് അറിയണം, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപ, അതുപോലെ തന്നെ സഹനം, വളരെയധികം സഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ സഹിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇങ്ങനെയെല്ലാം അപ്പസ്തലൻ ചെയ്യുന്ന അടയാളങ്ങൾ ഇതാണ് പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, ഈശോ 12 വരെ അയക്കുന്നുണ്ട് അപ്പസ്തലന്മാരായിട്ട് പ്രത്യേക ഒരു സ്ഥാനം കൊടുക്കുന്നു. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഈശോയെ അനുഗമിച്ചവര്, ഈശോയുടെ ചുറ്റും കൂടി ജനക്കൂട്ടം, ഈശോ വിളിച്ചവര്, ഈശോയുടെ ശിഷ്യന്മാര്, അപ്പസ്തലന്മാര്, ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് നമുക്ക് വഴിയിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രത്യേകമായ അനുഗ്രഹം ഈശോ കൊടുക്കുന്നതിനെ നമ്മൾ കാണുന്നു. പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം അപ്പസ്തലന്മാരായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു, ചില ശിഷ്യന്മാരായിട്ട് കാണുന്നു, ചിലപ്പോൾ തനിക്ക് ചുറ്റും കൂടി ജനക്കൂട്ടത്തോടെ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കാണുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ വിജയിക്കും. ഇനി അവിടെ ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 4 വരെ വായിച്ചു. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 4 വരെ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അവൻ 12 പേരെയും വിളിച്ച് സകല വിശ്വാസികളുടെ മേൽ, അതിന് ഒരു കാര്യം വ്യക്തം, സകലതരം സാധനങ്ങളും ഉണ്ട്. സകല വിശ്വാസികളും, എല്ലാത്തരം വിശ്വാസികളും ഉണ്ട്, ഒരുപാട് തരം വിശ്വാസികളുണ്ട്. അപ്പൊ സകലതരം വിശ്വാസികളുടെ മേൽ അധികാരവും ശക്തിയും ആദ്യം കൊടുക്കുന്ന അതോറിറ്റിയാണ് വിശ്വാസികളുള്ള അധികാരം. പിന്നെ അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കുക, പിന്നെ രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ കൊടി തട്ടിക്കളയുകയും അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. അവർ സുവിശേഷം പ്രസംഗിച്ചു, എല്ലായിടത്തും രോഗശാന്തി കൊടുത്തുകൊണ്ടിങ്ങനെ പോയി. ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചു, വിശ്വാസികളെ പുറത്താക്കി രോഗശാന്തി കൊടുത്തു. ഇനി നമ്മൾ കാണുന്നത് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 1 തൊട്ട് 12 വരെ വാക്യം വായിച്ച്. ലൂക്കാ 10. ഞാൻ നിങ്ങളെ അപ്പസ്തലനാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു തരിക, അല്ലെങ്കിൽ നാളെ വെട്ടിച്ചെന്ന് ചാടിച്ചു. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാതിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 12 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അപ്പൊ അതുവരെയാ പേരെ അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിനേക്കാൾ സഹനീയമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചതിനകത്ത് അപ്പസ്തലനാണെങ്കിൽ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ എങ്ങനെയൊക്കെയാണ്? വീട് തോറും ചുറ്റിക്കാക്കി നടക്കരുത്, പണസംബന്ധമായ ഏർപ്പാടിനൊന്നും പോകരുത്, അതുപോലെ തന്നെ ആരെ അഭിമാനം ചെയ്യരുത്, ഒറ്റയ്ക്ക് പോകരുത്, പലരും കൊടുത്തിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ കാലിലെ കൊടയൊക്കെ തിരിച്ച് പോകണം. ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 തൊട്ട് 14 വരെ വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം
6 മുതൽ 13 വരെയുള്ള വാക്യത്തിലും നമ്മളിതുപോലെ തന്നെ കാണുകയാണ് ഈശോ ഇങ്ങനെ അയക്കുമ്പോൾ ചെയ്യേണ്ടത്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 13 വരെ വാക്യം. ഇവിടെ എല്ലാം ഈശോ അയക്കുമ്പോൾ ഉള്ള പ്രത്യേകത പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതെന്നും. ഞാനൊരു സംഭവം വാക്കുമായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് വിക്രമോട് കാഞ്ഞിരപ്പള്ളി ഒരു വീട് പോയി. കാഞ്ഞിരപ്പള്ളിയിൽ എന്റെ ജീവിതത്തിൽ വലിയ അനുഭവമായിരുന്നു. ഈ മത്തായി 7:6 എന്ന് പറയാനുണ്ട്. മത്തായി വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നിക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു പറഞ്ഞ വചനം ഈശോനെ പഠിപ്പിച്ചു. ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് എനിക്ക് അറിയാതെ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് കാണാതെ. മത്തായി 7:6. ഞാൻ 2.5 വർഷം മുമ്പ് ഈ പണി കാണിച്ചെങ്കിൽ നല്ലൊരു അടി കിട്ടുക. ഞാനൊരു പണി ചെയ്തു 2.5 വർഷം മുമ്പ് ഹൈറേഞ്ച് വെച്ച് സുവിശേഷക്കാരുടെ രസമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാർഡിൽ കുറേയേറെ വചനം കൊണ്ട് പ്രിന്റ് ചെയ്തു. അവിടുത്തെ വികാരിയോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ സെൽഫ് ചെയ്യാം, പോയി പ്രശ്നം പോയി പ്രിന്റ് ചെയ്തു വന്നു. ഞാൻ തലയ്ക്കകത്ത് ആശയം ഉപയോഗിച്ചു. ഇതെല്ലാം ബുദ്ധിയായിരുന്നു. എന്റെ ബുദ്ധിയ ദൈവത്തിനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിലേക്ക് തോന്നി, ഒരു മനസ്സിന്റെ ഒരു അവസ്ഥ കൂടെ പറയാം. മനസ്സിൽ തോന്നി ഈ സുവിശേഷ കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ആശയം തോന്നാൻ കാരണം ഞാൻ എവിടെയോ ഒരു സൗദി അറിയിക്കാൻ കണ്ടു. സുവിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് കുറച്ച് വചനങ്ങൾ പ്രിന്റ് ചെയ്ത ഒരു കാർഡൊക്കെ ഇങ്ങനെ കൊടുത്തു. അപ്പൊ എനിക്ക് തോന്നി എത്രയോ പ്രോട്ടസ്റ്റന്റുകാരാണ് ഈശോയുടെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ലഹരികളെല്ലാം അടിച്ചിറങ്ങി വിതരണം ചെയ്യുന്നു. അതെല്ലാം കടല പൊതിയാനും പിന്നെ കാരണം അത് പ്രകാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തുവാട്ടെ ഞാൻ ഓർത്ത് ഇങ്ങനെ എന്തെങ്കിലും വെച്ച് പണി ചെയ്യുന്നത് നല്ലതാണ്. പന്തക്കോസുകാർ ഇങ്ങനെ കാണിക്കാൻ ഇരിക്കുന്നുണ്ട്, കത്തോലിക്കാർ ഇരിക്കുന്നുണ്ട്, കുറച്ച് വചനം പ്രിന്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുത്തുവിടാം. ഇങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ വിളിച്ചു. കുറെ ഒട്ടും അമാദിച്ചില്ല. ഞാനും എന്തെങ്കിലും സ്നേഹിതന്മാരും കൂടെ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചെല്ലാം കുത്തി ചെയ്യുന്ന കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ കുറച്ച് വചനങ്ങൾ കണ്ടുപിടിച്ചു. ഭയം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ, വേദന വരുമ്പോൾ അപ്പൊ വായിക്കാൻ കുറച്ച് എന്നിങ്ങനെ എഴുതുന്നുണ്ട്. നീ രോഗിയാണോ, നീ ദുഃഖിതനാണോ, നീ ദരിദ്രനാണോ, നീ അസ്വസ്ഥനാണോ, നിനക്ക് കുറ്റബോധമുണ്ടോ, നീ പാപിയാണോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെയുള്ള വചനമാണ്. 10-30 കൂട്ടം കാര്യം ഇങ്ങനെ എഴുതിയിട്ട് അതിനുള്ള വചനങ്ങളെല്ലാം കൂടെ എഴുതി ബൈബിളിൽ കണ്ടെത്തുന്നു. ഇത് പ്രസിക്കൊണ്ടേ പ്രിന്റ് ചെയ്തിട്ട് ഒരു 10,000 കോപ്പി ഞാൻ പ്രിന്റ് ചെയ്തിട്ട് അച്ഛനോട് പള്ളി വിളിച്ചു പറഞ്ഞു. ഈ അളവുള്ള ചെറുപ്പക്കാരുടെ കൂടി ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കുറച്ച് വചനങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത കാർഡ് അത് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങൾ അതെല്ലാം വായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു. ഞങ്ങൾ അതനുസരിച്ച് കുറച്ച് ചെറുപ്പക്കാരാണ് കൂടി ഈ വചനം പ്രിന്റ് ചെയ്ത കാർഡുകൾ ധാരാളം പേരുടെ വീടുകളിൽ, അല്ലാതെ ധാരാളം പേരുടെ ഇടവയിലുള്ള എല്ലാ വചനങ്ങളിലും ഞങ്ങളുടെ ഇടവയിലാണ് 375 വീട്ടുകാരുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ വീടുകളിൽ എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇത് വായിച്ചത് ഏതാണ്ട് 3 പേർ 4 പേര്, അല്ലാത്തൊരു വീട് ഏതാണ്ട് അനാഥം പോലെ തട്ടി വീടുണ്ട് ഈ വചനങ്ങൾ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കുന്നു. അത് കഴിയുമ്പോഴാണ് ഞാനൊരു സ്ഥലത്ത് തിയോളജി പഠിക്കണമെന്നൊരു ആഗ്രഹം. തിയോളജി കുറച്ച് പഠിച്ചാൽ വന്നൊരു ആഗ്രഹം കയറിയിട്ട് ഞാൻ 3 മാസം തിയോളജി പഠിക്കാം. ബൈബിള്, സഭാചരിത്രം, ബൈബിളിന്റെ ചരിത്രം, ബൈബിൾ എന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്, അന്നത്തെ മഷീൻ ഏതൊക്കെ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി, ഗലീല കടലിന്റെ നീളം, വീതി, ആഴം, ഇങ്ങനെയെല്ലാം പല കാര്യങ്ങൾ പഠിച്ചു പോയി. ഈശോയെ കുറിച്ച് മാത്രം എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് ഞാനൊരു സ്ഥലത്ത് എന്നപ്പോൾ എനിക്കൊരു നല്ലൊരു അടി, സുന്ദര അടി, എന്റെ തലയ്ക്ക് ഒറ്റ അടി കിട്ടുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു. തല മരച്ചു പോകുന്ന എനിക്ക് തോന്നി. പിന്നത്തെ അനുഭവമായി എനിക്ക് പറയാൻ സാധിക്കില്ല. ഉറങ്ങാൻ സാധിക്കില്ല, ഭയങ്കരമായ അസ്വസ്ഥത, ബൈബിൾ എടുക്കുമ്പോൾ ഭയങ്കര ഭയം, ആകെ വല്ലാത്ത അസ്വസ്ഥത. അങ്ങനെ ഞാൻ ആദ്യം ഓടി വിക്രമന്റെ അടുത്ത് പോകുന്നു. വിക്രമനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥത തോന്നി. കാരണം ഞാൻ 1.5 വർഷം വിക്രമന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാണ്ട് 1.5-2 വർഷം ആയതേ ഉള്ളൂ. ഉടനെ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നാണ് ഞാൻ താഴെ പോയത്. ഊതിയപ്പോൾ താഴെ പോകുന്നപ്പോൾ 2 തെസ്സലോനിക്കർ 2:8 ഒരു വീട്ടൊക്കെ എനിക്ക് കിട്ടും. ഞാൻ താഴെയൊക്കെ വീണ സംഭവം പിശാച് എന്നെ കയറി ശരിക്കും എന്നെ പ്രവർത്തിച്ചു. അപ്പൊ ഈ മത്തായി 7:6 കൊടുത്തോണ്ടാണ് ശരിക്കും എനിക്ക് അടി കിട്ടിയത്. ദൈവം എന്നെ കോപിച്ചു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. എന്നറിയാവോ, അത്രമാത്രം നിത്യമായ ജോലിയാണ് ഞാൻ ചെയ്തത്. ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ ചിന്തിച്ചു. ഒരു പ്രോട്ടസ്റ്റന്റുകാർ എതിരായി അടിച്ചെടുക്കാൻ ഒരു കത്തോലിക്കനായി എനിക്ക് എന്തുകൊണ്ട് കുറച്ച് വചനം ആൾക്കാർ കൊടുത്ത് ഈശോയുടെ വചനം പ്രചരിപ്പിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ന്യായമായിട്ട് നോക്കിയപ്പോൾ മനുഷ്യരെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് ചിന്തിക്കുകയാണെങ്കിൽ വല്ല തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അത് ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഒന്നും ഉദ്ദേശവും കണക്കൂട്ടും പോലെ ഒന്നും ദൈവത്തിന് ചിന്ത. യെശയ്യാ 55:8-9 വാക്യം. എന്റെ ചിന്ത നിങ്ങളെ പോലെ അല്ല, നിങ്ങളുടെ പണിയുടെ എന്റെ പോലെയും അല്ല. അതാ സത്യം. അപ്പോൾ ഈശോയുടെ ചിന്തകളെല്ലാം വ്യത്യസ്തം. അവിടെ നമ്മളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം യോഹന്നാൻ 6:44, യോഹന്നാൻ 6:65, യോഹന്നാൻ 3:27 എന്റെ പിതാവിനാൽ ആവശ്യപ്പെടാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ സാധിക്കില്ല. അല്ലാതെ ഏത് ഒന്നക്കോസുകാരൻ ചെറിയായി കൊണ്ട് കൊടുത്താലും കത്തോലിക്കൻ ഇത് അടിച്ചിറക്കി കൊടുത്താലും ഒന്നും ആരും വരാൻ പോകുന്നില്ല. ഈശോ നേരിട്ട് ഓരോരുത്തരും. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ ഞാൻ പഠിച്ചു ഈ മത്തായി 7:6 എന്നാണ്. ഇങ്ങനെ കൊടുത്താൽ അടി കിട്ടുന്നത് കാരണം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു അപ്പസ്തോലൻ ഈ മത്തായി 7:6 കൊടുത്തു വരുന്നതിനാണ് എനിക്ക് അറിയത്തില്ല. ആ അനുഭവമാണ് എനിക്ക് 2-3 അനുഭവം ഉണ്ടായത്. ഇപ്പോൾ വിക്രം പറഞ്ഞാണ് ഒരു കാഞ്ഞപ്പള്ളിയുള്ള വലിയ കുടുംബമാണ്. ആ വീട് വലിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചത്. അവിടെ ചെന്ന് അവിടെ പോകേണ്ട ആവശ്യം യഥാർത്ഥത്തില്ലായിരുന്നു. ഞങ്ങൾ പോയ കുടുംബത്തിലെ തന്നെ ആളിന്റെ അനിയൻ ഒരു മനുഷ്യൻ, അയാളുടെ കുടുംബം മുഴുവൻ ഭയങ്കരമായിട്ട് ഈശോയോട് വന്നു. ഭയങ്കരമായ വിശ്വാസവും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഈശോയെ സ്വീകരിച്ചു. ആ കുടുംബം ശരിക്കും സ്വർഗം പോലെയാണ്. ഭയങ്കരമായ ദൈവാനുഗ്രഹം ഉണ്ട് കുടുംബത്തിൽ. അതുകൊണ്ട് അവരോടുള്ള പ്രത്യേകമായ സ്നേഹം എല്ലാം വെച്ച് അവരുടെ അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് അവരെ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ സംഘടത്തെ ഒരു ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നു.
ഉടനെ അവിടെ ചെന്ന് തന്നെ കുറെ പേരെ കൂടിയിട്ടുണ്ട്. അരമണിക്കൂർ അരമണിക്കൂർ അവിടെ കുടുംബാലയം അടുത്ത് വയനം കേട്ടോണ്ടിരിക്കും. അരമണിക്കൂർ വയനാട് അവിടുത്തെ കുറച്ചെല്ലാം എഴുതിയെടുത്തു. വളരെ എനിക്ക് 10-200 വയനം അപേക്ഷിച്ചു വേണ്ടി ഇവിടെ അവസ്ഥക്കുള്ളത്. അപ്പൊ ഞാൻ ഈ ആത്മാവ് സംസാരിക്കുന്നത് ഭയങ്കരമാണ്. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ പറയണമെന്ന് ഓർത്താലും ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യം എന്താണോ അത് മാത്രമേ ആത്മാവ് സംസാരിക്കുള്ളൂ. ഈ പേരോട് കൊണ്ടുവരും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ മനുഷ്യന്റെ അന്നത്തെ അവസ്ഥ എന്താണ് ഞാൻ കഴിയുന്നത് ഇഷ്ടമാണ്. കാരണം ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കതിനെ അറിയാവുന്ന പല കാര്യങ്ങൾ. ബ്രദറുകൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന വചനം മുഴുവൻ ആ കുടുംബത്തിലുള്ള ഈശോയുടെ വചനം സന്ദേശങ്ങളാണ് മുഴുവൻ. ആ വചനങ്ങളെല്ലാം എഴുതിയെടുത്ത് ലാസ്റ്റ് ആ മുറികളെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഒരു മുറിയിൽ നിന്ന് കയറി കഴിയുമ്പോൾ തന്നെ പല മ്ലേച്ഛ സാധനങ്ങൾ ആ വീടുകളിൽ ഇരിക്കുന്നു. നമുക്കറിയാം പലതരം മ്ലേച്ഛതകൾ വീടുകളിൽ വന്ന് കൊടുക്കുന്നു. ഈ കഴിവുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പല മ്ലേച്ഛ സാധനങ്ങളുണ്ടായി. നിങ്ങൾക്ക് മ്ലേച്ഛ സാധനങ്ങൾ കുറിച്ച് അറിയാലോ. അതാകില്ലേ നമുക്ക് വേറൊരു സാധനത്തിൽ ഈ മ്ലേച്ഛത എന്ന് പറയുന്നത്. അപ്പൊ ജർമിയ 16-18 ഈശോ പറയുന്നു എല്ലാം മ്ലേച്ഛ വസ്തു വെച്ചിട്ട് പൂജിച്ച സാധനങ്ങൾ കൊണ്ട് ഈ സംഘത്തിനെ അശുദ്ധമാക്കി എന്ന് പറയുന്നു. ദൈവം പരാതി പറയുന്നു പൂജിച്ച സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ അശുദ്ധമാക്കരുന്നു. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ നല്ല കുടുംബങ്ങളിലൊക്കെ എന്ത് ചെയ്തു ഷോക്കേസിനകത്തും ആൾക്കാർക്ക് കാണാനും കണ്ട് രസിക്കാനും ജീവിക്കാനൊക്കെ നമ്മൾ വഴിയിൽ എടുത്ത സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചിട്ടും പൂച്ചട്ടും അത് വീട്ടും കണ്ട കാര്യങ്ങളോടും മരം കൊണ്ട് തീർത്ത സാധനം അതുകൊണ്ട് ഇതുകൊണ്ട് തീർത്തും പല സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ഈ സാധനങ്ങളെല്ലാം പലപ്പോഴും പൂജ ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടായി പൂജ ചെയ്യുന്നു. ഉദാഹരണം പറയാം. എറണാകുളത്ത് തന്നെയുള്ള പല സ്വർണ്ണക്കടക്കാർ ഈശോയുടെയൊക്കെ പടം മനോഹരമായ കലണ്ടർ നല്ല തിളങ്ങുന്നത് വെട്ടിത്തിളങ്ങുന്ന തരത്തിലുള്ള കലണ്ടർ ഇറക്കി വിടാറുണ്ട്. എന്തുവേണ്ട ഈശോയെ നിർവഹിക്കപ്പെടണം. അവിടെ തുണിക്കടയുടെ സ്വർണ്ണക്കടയുടെ പരസ്യമാണ്. അതിന് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി മുഴുവൻ പൂജ ചെയ്ത സാധനം പൂജ ചെയ്ത സാധനം കണ്ടാൽ അറിയാം. നിങ്ങൾക്ക് ഈ ഗ്രഹം വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ ഈശോയുടെ കലണ്ടർ കണ്ടാൽ നിങ്ങൾക്ക് അന്നേരം തോന്നിയത് ഞാൻ മുരയനായിട്ടായിരിക്കും തോന്നുന്നു. അല്ലെ നിങ്ങൾക്ക് ഉടനെ തന്നെ തോന്നി മാതാവിന്റെ പറയുന്നത് നിങ്ങൾക്ക് അപ്പ തോന്നിയത് സരസ്വതി ഇരിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തോന്നിച്ചു നിങ്ങൾ അങ്ങനെയായിരിക്കും കാണുന്നു. ഞാൻ ഓർത്ത ഒരു സംഭവം ഒരു 2 വർഷം മുമ്പ് ആലപ്പുഴയിൽ ഒരു വീട് ചെന്നപ്പോഴത്തേനും അവിടെ ചുമ്മാ പ്രാർത്ഥിക്കാനോട് വിളിച്ചു. ഒരു സുഹൃത്ത് തന്നെയാണ്. ഒരു ബന്ധമൊന്നും ഇല്ലാത്തതാണ്. എങ്കിലും വിളിച്ചല്ലേ പറഞ്ഞു. ഞാൻ എന്റെ ഞങ്ങൾ വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ മനോഹരമായ വേളാങ്കണ്ണി മാതാവിന്റെ രൂപം ഇരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം പൊച്ചു തോന്നില്ല വിക്രമ വീഴ്ച ഈ മാതാവിന്റെ രൂപം എടുക്കാൻ പറ്റും. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഇതൊക്കെ സുഖ പണിയല്ലോ ഈ മനുഷ്യൻ കാണിക്കുന്നത്. കാരണം നല്ല ഒന്നാമത്തെ മാതാവിന്റെ ഈശോയുടെ ഒക്കെ രൂപം എടുത്ത് ശരിയായി എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പൊ പതികളാണ് പുള്ളി കാണിക്കുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് 2 വർഷം മുമ്പ്. പക്ഷെ അന്നേരമൊക്കെ ഞാൻ പിന്നെ അത് തെറ്റ് ചെയ്യാൻ കാരണം മനസ്സിൽ തോന്നി. ഞാനോട് പറയാനാ ആരോടും പറഞ്ഞു കഥകളോട് പറഞ്ഞു ഞാൻ ഉള്ളി വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഏതാണ്ട് ഈ ദാനിയേൽ 11 പറയുന്നവരെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഈശോയുടെ കൃപ എന്താണെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. എങ്കിൽ ഒരംശമൊക്കെ മനസ്സിലാകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അയ്യോ ലോകമൊക്കെ പറഞ്ഞ ഈ കാര്യം എത്രയോ സത്യമാണ്. നമുക്ക് ഈ കൃപ കുറേശ്ശെ പകർന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു മാതാവിന്റെ വേളാങ്കണ്ണിയിൽ നിന്ന് മേടിച്ചാണ് ഒരു വേളാങ്കണ്ണി മാതാവിന്റെ മനോഹരമായ ഒരു പ്രതിമ ഇരിക്കുന്നു. ഒരു ചിത്രം ഒരു പ്രതിമ. ഞാൻ ഈ മാതാവിന്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി താമരപ്പൂരിൽ അധികം ലക്ഷ്മി ഇരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ നോക്കിലേക്ക് തോന്നി ഞാൻ മാതാവായിട്ട് തോന്നില്ല ഒരു ലക്ഷ്മിയെപ്പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ എന്താ ഭയങ്കര ഞാൻ 2 ചേട്ടോട് പറയും ഈ രൂപം വെക്കാതിരിക്കുക നല്ല കേട്ടോ. എന്താ കണ്ടിട്ട് ഒരു അസ്വസ്ഥത വെക്കണ്ടെന്ന് എന്താണെങ്കിലും ഈ മനുഷ്യൻ പറഞ്ഞത് വേളാങ്കണ്ണി മേടിച്ച അച്ഛനോട് വ്യഞ്ചരിപ്പിച്ച പിന്നെ കുഴപ്പമൊന്നുള്ളത് എനിക്കെന്തോ തോന്നി. അതുകൊണ്ടാണല്ലോ ഏതായാലും ഈ മനുഷ്യൻ അന്നേരം തന്നെ ഒരു സ്റ്റൂള് കൊണ്ടുപോയിട്ടിട്ട് അതിലോട്ട് കയറി വന്നിട്ട് ഈ രൂപം എടുത്തു. എന്നിട്ട് മുഴുവൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴേ ദൈവത്തിന്റെ അടിയില് ഓം എന്ന് എഴുതിച്ചു. ഈ മാതാവിന്റെ അടി നമ്മൾ നിലത്ത് വെക്കുന്ന ഭാഗത്തിങ്ങനെ അടിയില് ഓം എന്ന് നോക്കുന്നു. അതിന്റെ പറയാം കൈവാസക്തി അത് പൂജിച്ച സാധനം ശരിക്കും ഞാൻ കണ്ടുപോകുന്നു. ഈ താമരക്കാത്തിരിക്കുന്ന ലക്ഷ്മി തന്നെയാണ് സാധനം. ഒരു സംശയമില്ല. അപ്പൊ ലക്ഷ്മിയെ പൂജ ചെയ്ത സാധനം വരുന്നത്. അപ്പോഴാണ് എനിക്ക് എന്റെ വിശ്വാസം ദൈവം ഈ വേറെ ഈ ഈശോ എടുക്കണമെന്നും കാലണ്ടർ മാറ്റുന്നൊക്കെ പറയുന്നതിനകത്തെ അർത്ഥം വേറെ നോക്കുമ്പോൾ ഈശോ ഒന്നുമല്ല ആയിട്ട് കാണുന്നത്. എന്നതാ ഇതുപോലുള്ള വിശ്വാസികളായിട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കൊമളിയിൽ ഒരു ധ്യാനം നടത്തിയാണ്. അന്ന് കൊമളിയിലൊരു വീട്ടിൽ പോയിരുന്നു. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വലിയ വീടാണ്. കൊമളിയിലെ വലിയ ലോഡ്ജിലേക്ക് ഉടമസ്ഥ. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇതുപോലെ അവരുടെ പ്രാർത്ഥനാ മുറി കയറി. ആ പ്രാർത്ഥനാ മുറി മുഴുവൻ പ്രയത്ന സാധനങ്ങളാണ്. എന്നാലും പ്രവർക്കും വേണ്ട പല സാധനങ്ങൾ. അപ്പോൾ ഉടനെ തന്നെ അവിടെ ഒരു മാതാവിന്റെ ഒരു ജീവരക്ഷ എന്തോ രൂപ മിക്കത് 5 രൂപ കൂടെ വെക്കണ്ട. ഇത് ഹൈന്ദവ പൂജ ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 15 വർഷമായിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഞങ്ങൾ 15 വർഷമായിട്ട് ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അച്ഛന്മാരൊന്നും വിചാരിച്ചിട്ട് വാങ്ങും. അത് ഏതായാലും വെക്കണം എടുത്ത് വാങ്ങേക്കണം. അപ്പോൾ ഉടനെ തന്നെ ഈ മനുഷ്യനെ അവിടെ നിന്ന് എടുത്തിട്ട് എന്നാൽ എന്താണെന്ന് അറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇതിന്റെ പുറത്തുള്ള ആ ഫ്രെയിമിന്റെ ആ പുറവശം ഇയാൾ കുത്തി കളിച്ചു. അവിടെ വെച്ച് ഉടനെ എന്തായിരിക്കും അറിയാമോ ഒരു മുരുകൻ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ഒന്നാമതൊരു ശ്രീകൃഷ്ണന്റെ പടം ഇല്ലാണ്ട് ഈ യൂറിന്റെ തൊട്ട് പുറയിൽ വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ആശ്ചര്യപ്പെടുന്നത്. ഇതാണ് വേട്ട സാധനങ്ങൾ കണ്ടുപിടിക്കാൻ
പ്രത്യേക ആവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്നൈ കാര്യത്തിൽ വിളിക്കുന്നത് ഇതുപോലെ കുറെ ബാച്ച് സാധനങ്ങൾ ഇരിക്കുന്നു. നമുക്ക് അസ്വസ്ഥ തോന്നുന്ന പല സാധനങ്ങൾ വലിയ കലവും ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഷോക്കേസ് വെക്കുന്ന വലിയ വീഡിയോകളുടെ കാര്യം തോന്നുന്നു. അപ്പൊ ചിലത് പെണ്ണുങ്ങളുടെ പടം വെച്ചിരിക്കുന്നു, ചിലത് ട്രെയിനിന്റെ പഴയ ഇതിലുള്ള കാറിന്റെ പടം, ചിലത്തെ ഈശോ കിടക്കുന്ന പടം ഒക്കെ. ഈശോ പ്രതികരിക്കാനുണ്ടാവും ചട്ടിയുടെ കാറ്റിലേക്ക് പുറത്ത്, കഞ്ഞിയൊക്കെ കാറ്റിലേക്ക് പുറത്ത് ഈശോ കുറച്ച് വെക്കാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇപ്പൊ കഥ പറഞ്ഞിട്ടൊക്കെ പൂജിച്ച സാധനമാണ് ഇത്, മന്ത്രം ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് ഈ വീട്ടിൽ വെക്കണ്ട, ഇതിന്റെ ബന്ധനം ഈ വീട്ടിൽ വന്നുകൊണ്ടാണ് ഈ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും വീടൊക്കെ ബന്ധിച്ച് അടുത്ത മുറി ആ മുറിക്കകത്ത് ഭയങ്കരമായ പൈശാചി വന്നു. ഉടനെ അവിടുത്തെ ആ അമ്മച്ചി പറയാ, ഈ പുള്ളിക്കാരുടെ ഭാര്യ പറയാണ്, എനിക്ക് ഈ മുറി കിടക്കാനേ പറ്റിയത്, ഈ മുറിയോട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അസ്വസ്ഥതയാണ് ഈ സൗകര്യം പറയുന്നത്. ഉടനെ അവിടുന്ന് മുതൽ എന്തോ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചോദിച്ചു, മന്ത്രത്തിന്റെ എന്ത് ചോദിച്ചെന്ന് സാധനം എടുത്തു കാണുമെന്നെല്ലാം പറഞ്ഞു. കുറച്ച് വലങ്ങൾ കൊടുത്തു, ബ്ലാക്ക് സാധനങ്ങളൊക്കെ വലങ്ങളെല്ലാം കൊടുത്തു. ഈ വലങ്ങൾ ഞാൻ പറയാണ്ടിരിക്കുന്നത് രണ്ട് കാര്യം ഞാൻ ഞാൻ ശ്രദ്ധിച്ചു. ഒന്നെന്താണെന്ന് അറിയാവോ, ഈ മനുഷ്യനോട് വലിയ സമ്പന്ന കുടുംബമുണ്ട് കാഞ്ഞിപ്പുഴയിലെ. ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, മനോഹരമായിട്ട് വെട്ടിത്തിളങ്ങുന്ന നേരിട്ട് കൂടി ഒരു തോന്നിങ്ങനെ പോസിട്ടുണ്ട്, കത്ത് സ്വന്തമാലയൊക്കെ ഇത്രയും കാണിച്ചിട്ട് ഇതിങ്ങനെ പോസിച്ചോടിക്ക് നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അറിയാതെ അലക്കി തേച്ച് മടക്കി വെട്ടി വെച്ചിരുന്നതാണ്. ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പെടുത്ത് ഇട്ടതാണെന്ന് കാണുമ്പോൾ അറിയാം പോകുന്നത് ഒരു സൈഡ്. അപ്പൊ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല. അത് എന്തിന്റെ അടയാളമായിരിക്കും ഇത് പറയാമോ? പ്രധാനമെല്ലാം കാണിക്കാൻ മനുഷ്യൻ ഒരു കവറാന്ന് പറയുന്നത് 10ാമത്തെ തെളിവാണ്. 26-ാമത്തൊന്നുമില്ല, ആദ്യം ഒരു നാട്ടുകാരൻ. അപ്പൊ അതിന്റെ തെളിവാണ്. രണ്ടാമത് വലമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക, ഈ മുറി ശരിയാക്കി വലമൊക്കെ കൊടുക്കുക. അപ്പൊ ഇയാൾ പോകുന്നുണ്ട്, അതിനെ ഇഷ്ടപ്പെടുന്നില്ല, വളരെ അസ്വസ്ഥനാണ് ഇയാൾ നിൽക്കുക. രണ്ടാമതെ കണ്ടു അയാൾ എന്താ പറയുക, ഇയാൾ തന്നെ കാപ്പി വരുത്തിയിട്ട് ഇയാൾ തന്നെ മേടിച്ച് കാപ്പി കുടിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറയണം. പക്ഷെ വളരെ എന്തോ ഞങ്ങൾക്ക് അസ്വസ്ഥ ഇതൊക്കെ കാണിച്ചത് പിന്നെ സാധനം പറഞ്ഞു നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ എഴുതി ക്വസ്റ്റ്യൻ ചെയ്തു. ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമൊന്നുമില്ല, അങ്ങനെയാണ് അവർ കുഴപ്പമെന്നെല്ലാം ചോദിച്ചത്. ഈ മനുഷ്യൻ ഇയാളുടെ യാതൊരു ഭാഗവും ഇല്ല, സകല ബന്ധങ്ങൾ ഇയാളുടെ സകല ബന്ധങ്ങൾ ഈ ഭാര്യയും കണ്ടി ഈ ഭാര്യ മാനസികമായിട്ട് വളരെയധികം അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയാണ്. അത് മുഴുവൻ ഇയാളുടെ ബന്ധമാണ്. വീട്ടിൽ ദൈവം ഒന്നറിയാതെ വാള് അതിനെ പറയുന്നത്, മക്കൾ വരെ നഷ്ടപ്പെടാൻ തുടങ്ങി. ആ അവസ്ഥയിലിരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കും, ഞങ്ങൾക്ക് ഒന്നും വലിയ വിശ്വാസം തോന്നുന്നു. ഇയാളുടെ മുഖം മുഴുവൻ മാറി, ചോദിച്ചതിനൊന്നും ഉത്തരം വന്നില്ല. അത് ഉടനെ ചോദിച്ചു, ഇവിടെ ക്ലാസ്സിലേക്ക് വരാറുണ്ട്, ലഭ്യ വന്ന് ഇരിക്കാറുണ്ട് ഒരു മകൻ. വിശ്വാസം നമ്മൾ ഭാവിക്കണം ഈ സ്ഥലത്ത്. പിന്നെ എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവർ ശക്തങ്ങളാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജീവിക്കുന്നത് ജഡികമാണ് കേട്ടോ. പക്ഷെ ജഡത്തിലാണെങ്കിൽ ജഡിക പോരാട്ടമല്ല നമ്മൾ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും നമ്മൾ ചെയ്യണം. ദുർഗങ്ങളായ കോട്ടകളെ തകർക്കണം. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ എല്ലാ വാദമുഖങ്ങളെയും പ്രതിബന്ധങ്ങളെയും തകർക്കണം. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് വേറെ നിർണ്ണയിട്ടല്ല, ക്രിസ്തുവിനെ മറ്റുള്ളവർ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തണം. യുക്തിവാദികളുടെ ചിന്താഗതികൾ, മാർക്സിസം എന്ന് വേണ്ട സകലവിധ ചിന്തകളെയും തത്വങ്ങളെയും നമ്മൾ കീഴ്പ്പെടുത്താനുള്ള ശക്തി നമുക്ക് വേണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധമൊന്നും ഇല്ലാതിരിക്കുന്ന പറ്റത്തില്ല. നമ്മൾ ആയുധം ധരിക്കുക തന്നെ വേണം. അതിനാണ് എല്ലാവർക്കും കാണാറ് സാറിലും മൊത്തം കാണാൻ ഒന്നാലും നമ്മൾ 4 പേര് കൈ വന്നിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച റൈവ് ക്ലാസ് വരുമ്പോഴത്തേക്ക് പഠിച്ചിട്ടേക്കും കേട്ടോ. പഠിക്കോ? പഠിച്ചേക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 91 കിട്ടാൻ കാണാൻ പഠിക്കുക. 13-ാം അധ്യായം സ്നേഹം കാണാൻ പഠിക്കുക. ഇപ്പൊ പറഞ്ഞ ഈ ആത്മീയ ആയുധങ്ങൾ ധരിക്കുക എന്നുള്ളത് കാണാൻ പഠിക്കുന്നത്. ഇതില്ലാതെ യാതൊരു ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. റൈവ് ക്ലാസ് എത്ര ഒരു വർഷം 7 മാസമായെങ്കിലും വളരെ പ്രധാനപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ആദ്യം തന്നെ 1ാമത്തെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന പ്രഥമപാഠം അല്ലേ? പ്രഥമപാഠം പഠിച്ചിട്ടുണ്ട്. പ്രഥമപാഠം പഠിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ലേഖനം 6-ാം അധ്യായം 1-3 ഇപ്പൊ ചെറിയമായ തീരുമാനമായിരിക്കും പറഞ്ഞു പോയി. അത് വായിച്ചു. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവയ്പ്, മരിച്ചവരുടെ ഉയർപ്പ്,
നിത്യവിധി എനിക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. വീണ്ടും ഒരു അടിസ്ഥാനം ഞാൻ ഇടുന്നില്ല. പിന്നെ ദൈവം അനുവദിക്കുമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാണ് പൗലോസിക ആ ലേഖനത്തിൽ പറയുന്നത്. പൗലോസിക പറയുന്ന കാര്യങ്ങളാണ്. ദൈവം അനുവദിക്കുന്നത് നമുക്ക് ഇനി അടുത്ത വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 17-21 പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതല്ലാതെ മറ്റൊന്നിനും അവർക്ക് സമയമില്ലായിരുന്നു. ഇത് എങ്ങനെ വായിച്ചില്ല. അപ്പോസ്തല പ്രവർത്തനം 17-16-21 പറയാൻ പറഞ്ഞിട്ടില്ലേ? നമ്മൾ നോക്കാൻ പറ്റില്ല. പൗലോസ് അവിടെ ആദത്തിൽ താമസിക്കാൻ വിഗ്രഹം നടന്നിരിക്കുന്നവരുടെ മനസ്സിൽ ശോഭം ഉണ്ടായി. ആത്മാവിൽ ഭയങ്കര ശോഭം ഉണ്ടായി. അതെല്ലാം ബന്ധിക്കുമായിരുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആരാ വർദ്ധിച്ചത്? പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആദ്യം താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭം ഉണ്ടായി. ചെറിയ ശോഭമല്ല ഉണ്ടായത്, വലിയ ശോഭം ഉണ്ടായി. നമുക്കൊക്കെ ഉണ്ടാകുന്നത് കിട്ടിക്കൊണ്ടാണ് തുടങ്ങിയ ശോഭം വിഗ്രഹങ്ങൾ കാണുമ്പോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ കിറവ് നിങ്ങളിലേക്ക് പകർന്ന് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ തരും. പൈസോ ഈ കിറവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബോധം കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൊടുക്കും. ചിലരെ കഴിഞ്ഞ് പ്രിയ പോയി മറിക്കും മുമ്പോട്ട് വരും. സമാപ്തം കഴിഞ്ഞു പോയി. എങ്കിലും നമുക്ക് ഇതിനകത്ത് യാതൊരു വികാരം ഇല്ലെങ്കിൽ നമുക്ക് ഈ വക ഗ്രഹവും ഒന്നുമില്ല. നമുക്ക് കുറച്ച് അത് വെച്ച് രോഗാതിരി വെച്ച് അത് കുറിച്ച് അറ്റം മുറിയെ കാണും. ഈ ഗ്രഹമൊന്നുമില്ല. അതേസമയം നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ദേഷ്യം പോലെ നിങ്ങൾ ആത്മാവിൽ തോന്നുന്നുണ്ടെങ്കിൽ വ്യക്തമാണ് ഈ കൃപാകരത്തിന്റെ അംശം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ബോധം വരികയായി. രാജേരിപ്പള്ളി ഈ വിളക്കിന് വിളക്കത്തിന് നമ്മളെ പ്രധാന കാണുമ്പോഴേ അസ്വസ്ഥം ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നേ. ഒരു കുരിശ് വരും. പക്ഷെ നാളെ ഞാൻ ബന്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ശ്രദ്ധിക്കാതിരുന്നേ. നമുക്കത് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഭയാനകമാണ്. അത് ഭയാനകമായ ഒരു ഒരു മാസം ഇതൊക്കെ എവിടെ അറിയോ? മത്തായി സുവിശേഷം 24-15 വാക്യത്തിൽ വന്നിട്ടുണ്ട്. അറിയോ? എന്താ മത്തായി 24 വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കുന്നത്. കഴിക്കാൻ പറ്റും. വായിക്കുന്നവൻ അത് ഗ്രഹിക്കാൻ പറ്റും. ബൈബിൾ വായിക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല. വായിക്കുന്നവർ മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ സ്ഥലം, അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കും. ദാനിയേൽ പറഞ്ഞാൽ പറയുന്നു. ദാനിയേൽ 9:27 ദേവാലയത്തിന്റെ ചിറകിന്റെ മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവം ഒരുക്കിയ വിധി വരുന്നത് വരെ അത് അവിടെ തന്നെ ഇരിക്കും. നമ്മളൊന്നും പറയാൻ പോകാൻ പോകുന്നില്ല. കർത്താവിന്റെ വിധി വരുന്നവരെ അവിടെ തന്നെ ഇരിക്കും. ഇനി കൂടുതൽ കയറുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നും ഇല്ലാൻ പോകണ്ട. ഇത് മനസ്സിലാക്കിയ നമ്മളെ കയ്യിൽ കിട്ടുന്നവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലാതെ നമ്മൾ ഇതിനെ പ്രതികരിച്ചൊന്നും കാര്യമില്ല. ഒരിക്കലും ചേട്ടൻ ഒരു പല കശ്മാരിക്കാൻ ചേർന്ന് ഒരിക്കൽ പ്രാവശ്യം വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് കുറെ ആൾക്കാർക്ക് ഇതിനെതിരായിട്ടും പ്രതികരിക്കും. നമുക്ക് മെത്രാന്റെ അടുത്ത് നിവേദനം കൊടുക്കണം. ദേവാലയത്തിൽ മുകളിൽ ഒരു മ്ലേച്ഛ സാധനങ്ങളെല്ലാം കയറിയിരിക്കുന്നു. നമുക്കത് പറയേണ്ട ആവശ്യമെന്ന് തോന്നുന്നു. ഞാൻ അവർക്ക് നമുക്ക് അങ്ങനെ കാര്യമില്ല. പിന്നെ അവസാനം അവിടെ ദേഷ്യപ്പെട്ടു പോയി. കുടിക്കാൻ അവസാനം ദേഷ്യപ്പെട്ടു പോയി. വളരെ കശ്മാരിക്കാരിലാണ്. അപ്പൊ നമ്മളിലേക്ക് പ്രതികരിക്കാതെ നിങ്ങൾ സഹകരിക്കുമോ? നമ്മൾ സഹകരിക്കുന്നില്ല. നമുക്ക് പറഞ്ഞാൽ മാറുന്ന കാര്യമില്ല. വെറുതെ വിപ്ലവം ഉണ്ടാവുകയുള്ളൂ. ഇത് ഇനി കൂടുതൽ വരികയുള്ളൂ. കണ്ടോ? ഇവിടെ വൈകിട്ട് പറഞ്ഞ ഈശോ പറഞ്ഞു, ദാനിയേൽ പറഞ്ഞ ആ ശുദ്ധലക്ഷണം വിശ്വസിക്കുന്നു. അതുകൊണ്ട് പോയി അതല്ലെങ്കിൽ ഓർമ്മ വരും. അപ്പൊ നമുക്ക് ഈ കുറവുള്ളതുകൊണ്ട് ഇത് കാണുമ്പോൾ ആത്മാവിൽ തോന്നും വരും. ഇതെനിക്ക് അപ്പോ പോകുന്നു. അത് ഈശ്വരാന്ന് ഈശ്വരാന്ന് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഹിന്ദിയിലൊക്കെ നമ്മൾ ഈശോ എന്നൊക്കെ പറഞ്ഞു. ഈ ഈശോ ഈശോ അത് അതുപോലെ പറഞ്ഞു. അതൊന്നും അങ്ങനെ ശരിയല്ല. ഈശ്വരാന്ന് ഹിന്ദു അതായിരിക്കും നമ്മൾ ഈശോ എന്ന് പറയുന്നത്. നമുക്ക് യേശു എന്ന് പറയാം. ഈശോയെ യേശു എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഈശോ ദൈവത്തിന്റെ ദൂരം നമ്മൾ പറഞ്ഞ വാക്ക് ഇതാണ്. ഈശോ എന്ന് പേര് കൊടുക്കുന്നത് തന്നെ മത്തായി 1:21-23 വാക്യവും, ലൂക്ക 1:30-32 വരെ വാക്യവും, യേശയ്യ 7:14 ഒറ്റ വചനം പറഞ്ഞിരുന്നു. യേശയ്യ 7:14, മത്തായി 1:21-23 വാക്യവും, ലൂക്ക 1:30-32 വരെ വാക്യവും. ഈശോ യേശു എന്ന് തന്നെ പേര് കൊടുക്കുന്നു. യേശു തന്നെ. അപ്പൊ അപ്പസ്തലന്മാർ വായിച്ച് വിജയം നൽകിയിരിക്കുന്ന അവരുടെ മനസ്സിൽ ശോഭം ഉണ്ടായി. അതിനാൽ സിനഗോഗിൽ വെച്ച് യഹൂദന്മാരുടെയും മറ്റു ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ വാദപ്രതിവാദം നടത്തി. ഈ അതിനകത്ത് ആഹാരമൊക്കെ ഞാൻ പറയാം. കശ്മാരിക്കരോട് ഇറക്കിക്കണോ? ഞാൻ വിട്ടു പറഞ്ഞൊന്നുമല്ല. വായിച്ച് ഇപ്പൊ പറഞ്ഞ ഒന്ന് വായിച്ച്. അതിനാൽ സിനഗോഗിൽ വെച്ച് യഹൂദന്മാരുമായും മറ്റു ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും വാദപ്രതിവാദം നടത്തി. എപ്പിക്കൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു. ചില എപ്പിക്കൂരിയൻ ചിന്തകരും
ചോദിക്കുന്നവരും ദർശിച്ചു ഈ വിട്ടി എന്ന് പറയാൻ ഭാവിക്കുന്നു. അപ്പൊ ഇത് അങ്ങനത്തെ അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കന്മാരിക്ക് തന്നെ ഉണ്ട് എപ്പിക്യൂരിയനും ചോദിക്കുന്നവരും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഗുരു എപ്പിക്യൂരിയന്മാരാരാണ്, ചോദിക്കാരാണ്. ഈ ഒന്ന് പറയുന്ന സ്പന്ദനത്തിലെ കൃപ ശക്തിയായി പെട്ടെന്ന് പിടിച്ചിട്ടില്ല. ഈ അധികാരത്തിൽ ഈ ഭക്തജനങ്ങളിൽ തന്നെ എപ്പിക്യൂരിയൻ ആരാണ്, ചോദിക്കാരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പലതരത്തിന് വിരുദ്ധമായിട്ടുള്ള പല പ്രബോധനം ബുദ്ധി കൊണ്ടുനടക്കുകയാണ്. ഇന്ന് തന്നെ വാഗമൺ ആശ്രമത്തിൽ കേട്ടില്ലേ, വാഗമൺ നമ്മുടെ പരാജയം പോയി പ്രാർത്ഥിക്കുന്നതാണ്, പ്രധാനമാരൊക്കെ പ്രാർത്ഥിക്കാതെ പോയി പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഏതായാലും ഇന്ന് 9 വർഷം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വന്നു. അയാളുടെ ഭയങ്കരമായ ബന്ധമൊക്കെ ആയിട്ട് കഴിഞ്ഞ 2 ദിവസം വന്നിട്ടോടെ. അപ്പൊ അയാളിൽ നിന്ന് മാത്രം ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് എനിക്ക് മാത്രം കാര്യങ്ങൾ പണ്ട് മിക്കവാറും പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റിയതായിരുന്നു. പക്ഷെ ഞാൻ 9 വർഷം അവിടെ പലതായിട്ട് നിന്ന് പ്രവർത്തിച്ച മനുഷ്യൻ എന്ന വായിൽ നിന്ന് ഓർണക്കുന്ന വൈശാസിക ബന്ധങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സത്യത്തിൽ പണ്ടടിച്ചു. എന്തുമാത്രം ഭയങ്കരമാണ്. അയ്യോ, പിശാചിന്റെ സിനഗോഗാണ്. വെളിപാട് 2:9-നും 3:9-നും പറയുന്ന യഹൂദന്മാരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിൽ നിന്നുള്ള ചില ഇതാ വന്നിരിക്കുന്നു. അവരെ ഞാൻ എന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്നതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വെളിപാട് 3:9 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ യഹൂദനാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിൽ നിന്നുള്ള ചെറിയ. അപ്പോൾ ഈ യോഗ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ബോധമൊക്കെ ഉണ്ടാവും. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതാണ് അപ്പസ്തലബോധനെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു വന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ പറയാമല്ലോ, എബ്രായർ 6 ദൈവത്തിന്റെ കാലത്തെ ഹൃദയഭാവനം പിന്നീട് നമുക്ക് പദ്ധതിയിലേക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് പറയാം. റെഡിയോ പ്രോഗ്രാം എന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്ഥാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇതൊക്കെ അടിസ്ഥാനം വേണ്ടതില്ലോ. നമുക്ക് ഏകദേശം ആയിട്ടുണ്ടോ? എല്ലാവരും ആയിട്ടുണ്ടോ? ഇതിപ്പോ ആയിട്ടുണ്ടോ? കേട്ടുണ്ടോ? നല്ലത്. വാക്കിൽ കുറച്ചുകൂടെ അറിയാതിരിക്കും. കൂടുതലായി പ്രോഗ്രാം ഇരിക്കുന്നുണ്ടായിരിക്കും ഇല്ല. അപ്പൊ നമുക്ക് അവരുടെ കാര്യം മനസ്സിലാ വ്യക്തം. ഈ കാര്യങ്ങൾക്കൊന്നും അറിയാത്ത മനുഷ്യന് അരിവിൽ നിന്ന് എന്താണെന്നൂടെ അറിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ ദൈവം വേണ്ടി ഭാഗ്യം വന്നിരിക്കുന്നു. ഈ ആത്മാവിനെ അറിയാനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠം പറഞ്ഞല്ലോ. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് പക്കയിലേക്ക് വരാം എന്നതാണ് ഈശോ വചനത്തിന്റെ പ്രഥമപാഠം. 7 മാസം നിങ്ങൾ ഇവിടെ ലൈവ് കളിച്ചു. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠം ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠം നിശ്ചയിച്ചില്ലേ? ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠം ആദ്യത്തെ പഠനം കുറ്റമല്ല. നമുക്ക് പ്രഥമപാഠം പഠിച്ചു വേണം തുടങ്ങാൻ. നിങ്ങൾക്ക് 12 ആവശ്യം കട്ടിയോളാം. ഇവിടെ അത് പറഞ്ഞത് പ്രഥമപാഠങ്ങൾ പോലും പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യം. പറഞ്ഞ 5-11 12 വായിച്ച് പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷയമാണ്. ഇതിലെല്ലാവരും പ്രബോധന ആരംഭിക്കുന്നവരാണ്. പ്രഥമപാഠകം പോലും പഠിക്കാൻ. അപ്പൊ ഈ പ്രഥമപാഠം അറിയോ? പിതാവ് ഇതാണ് പ്രഥമപാഠം. പിതാവാണെന്നറിയുക, പുത്രനാണെന്നറിയുക, മനുഷ്യന്മാരെ പ്രവർത്തനറിയുക. പിന്നെ ബാക്കി ഒരു കഥാകാരന്റെ ബാക്കി വലുതറിയാൻ പറ്റുള്ളൂ. അതാണ് ഞാനെന്താ ചെയ്യുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെ വരുന്നത് അത് അടിസ്ഥാനം. അല്ലെങ്കിൽ അവസാനം തെറ്റിത്തരങ്ങൾ താഴെ അല്ലേ? പാറപ്പുറത്ത് വാനം വെക്കുക. ഇവിടെ വെക്കേണ്ടത് അതിനുവേണ്ടി ശ്രമിക്കുന്നത് മുഴുവൻ നിങ്ങളെ പാറപ്പുറത്ത്. അങ്ങനെ പാറപ്പുറത്ത് വാനം വെക്കുന്നത് നമ്മളൊന്നും പേടിക്കണ്ട. അവസാനം വരെ നിലനിർത്തിയിരിക്കും ഇല്ലേ? ഉറപ്പാട് പറയാം. പാറപ്പുറത്താണ് അവസാനം വരെ നിലനിർത്തുന്നത്. ഈശോയുടെ കൃപയിൽ വന്നു ചെയ്യുന്നത്. ഈശോയുടെ കൃപാലയം കൊണ്ട് നമ്മുടെ യോഗകൊണ്ടും പുണ്യങ്ങളല്ല, ഈശോയുടെ സ്നേഹം കൊണ്ട്. ഇനി അവിടെ കഴിക്കാൻ നിർത്തണം. നേരത്തെ 1 മണിക്ക് അവിടെ നിർത്താം. അവിടെ കരാൻ വിളിക്കും. ഇല്ല, ഈ ബുധനാഴ്ച ഇല്ല. അല്ല ഇതുകൊണ്ട് ബുധനാഴ്ച ഇല്ല. അടുത്ത ബുധനാഴ്ച ഇല്ല. ബുധനാഴ്ച ഇത് പല വിഷയങ്ങൾ പറ്റിയ ബോധങ്ങളുണ്ടാകും. ഞാൻ ഈ വിഷയമെല്ലാം വിട്ടുപോയി. ഇപ്പൊ ഒന്നും ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ വൈകാമെന്ന് എനിക്ക് അറിയില്ല. സംഭവിച്ചതാ. ഇവിടെ ക്ലാസ്സൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാനവിടെ മറ്റേ അതിന്റെ പാപത്തിമതിന്റെ വീട്ടിൽ പറഞ്ഞു ഇവിടെ ഉണ്ട്, മറ്റേ പള്ളിയിലുണ്ട്. അപ്പൊ ഞാൻ പള്ളിയിൽ മാത്രമൊക്കെ നടന്നു. അപ്പൊ ഇതുകൊണ്ട് ഇത് കർത്താവിരിക്കുന്ന കൃപയായിട്ട് ഒന്നും അറിയാം. ഇന്നപ്പം നോക്കണം ഒരാഴ്ച പഠനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കാണിക്കണം. ഈശോയെ സ്നേഹനാഥനായ ഈശോ എനിക്ക് നന്ദി പറയാൻ കാരണം ദൈവനെ അന്ന് ഞങ്ങൾ അവിടുത്തെ 7 മണിക്കൂർ സമയം തന്ന ഓരോ തിരുവനന്തപുരം ഞങ്ങൾ നന്ദി പറയുന്നു.
ഈശോയെ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഏറെ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഈശോ ഞങ്ങൾ സംസാരിച്ചത്. ഈശോ അവിടെ ഞങ്ങൾക്കെല്ലാം വെളിപ്പെടുത്തി തരണം. ഇന്ന് ഞങ്ങൾ പറഞ്ഞവിടെ തിരുവേദനകളെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ മുതൽ വിശ്വാസത്തിൽ ഈശോയെ ഞങ്ങൾ കഥാതെ അന്ധകാരത്തിന്റെ മക്കളല്ല, പ്രകാശത്തിന്റെ മക്കളാണ് ഞങ്ങൾ മനസ്സിലാക്കി. ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതുമായ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണല്ലോ ശരിയായിട്ടുള്ള ആ അടിസ്ഥാനത്തിന് വീട് പണിയുക എന്നുള്ളത്. പാറപ്പുറത്ത് വീട് പണിയുക. ഇപ്രകാരം വീട് പണിയാൻ സാധിക്കണമെങ്കിൽ ഞങ്ങൾ ആഴമായ അനുഭവമുള്ളവരും വചനം കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരും എളിമയുള്ളവരുമായി മാറേണ്ടിയിരിക്കുന്ന ഈശോയെ ഏറ്റവും വലിയ സുഹൃതമായ എളിമ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് കർത്താവ്. അതിനുശേഷം കർത്താവ് ഞങ്ങൾ മനസ്സിലാക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ഈശോയെ. അശുദ്ധവും വിശുദ്ധവും തമ്മിലുള്ള അന്തരം, മ്ലേച്ഛതയും മലിനതയും എന്താണ് ഗ്രഹിക്കാനായിട്ടും വിശുദ്ധവും അശുദ്ധവും അതുപോലെ കർത്താവെ മ്ലേച്ഛസുരക്ഷയിലെ ഞങ്ങൾക്ക് ഒന്ന് വെളിപ്പെടുത്തി തരണമേ കർത്താവെ. ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മറ്റൊക്കെ ഞങ്ങൾക്ക് ഇതെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ ഒരു അപ്പസ്തലനാണെങ്കിൽ അത് തിരിച്ചറിയണമെങ്കിൽ നിരവധിയായ കൃപകൾ ആവശ്യമാണ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളെ എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ ചിന്തിച്ചു. അപ്പസ്തല കൃപയിലേക്ക് ഞങ്ങൾ കിഴക്കാർക്ക് മനസ്സിലായി കർത്താവ്. ഞങ്ങൾ അപ്പസ്തല കൃപയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അവിടുന്ന് പറയുന്നല്ലോ അപ്പസ്തലസ്ഥാനം ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു, നിങ്ങളും അവർ ഉൾപ്പെടുത്തുന്നത് പ്രവർത്തിക്കുക പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരു അപ്പസ്തലൻ ചേർന്ന് എല്ലാ അടയാളങ്ങൾ നൽകപ്പെട്ടു. ശക്തികൾ, തെളിവുകൾ, അടയാളങ്ങൾ, സഹനം ഇതെല്ലാം നൽകപ്പെട്ടു. ഇപ്രകാരമുള്ള എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് അവിടുന്ന് കൽപ്പിക്കുകയാണല്ലോ ഈശോയെ. സുവിശേഷവൽക്കരണത്തിനായി പോകുമ്പോൾ നിങ്ങൾ വചനങ്ങളെല്ലാം പാലിക്കണം. ഈ രണ്ടുപേരായിരിക്കണം. പണസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടരുത്. ആരെ അഭിവാദനം ചെയ്യരുത്. വചനം സ്വീകരിച്ചില്ലെങ്കിൽ കാലിലെ പൊടി കൂടി തട്ടിക്കളയണം. ഇത്രമാത്രം വചനം ശ്രദ്ധിച്ച് വചനം അനുസരിച്ച് വേണം ഒരു സുവിശേഷ വർത്തനക്കാരൻ പ്രവർത്തിക്കേണ്ടതെന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി ഈശോയെ. ഞങ്ങളെയും ഈ കൃപയിലേക്ക് വിളിക്കണമേ, ഉറപ്പിക്കണമേ ഈശോയെ. ഞങ്ങൾ ഇപ്രകാരം വചനം അനുസരിക്കുന്നവരാക്കി മാറ്റണമേ. ഈ കൃപ വരുമ്പോഴാണല്ലോ ഈശോയെ മ്ലേച്ഛതകളെല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഓരോ സ്ത്രീക ആദർശത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള മ്ലേച്ഛത കണ്ടപ്പോൾ കോപമുണ്ടായത് ഈശോയെ ഞങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് ഞങ്ങൾ പദ്ധതിയിലേക്ക് വളരേണ്ടവരാണ് ഈശോയെ. എന്നാൽ ഞങ്ങൾക്ക് പ്രഥമപാഠം പോലും അറിയില്ലായിരുന്നു ഈശോയെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ അടിസ്ഥാനം എല്ലാം സൃഷ്ടിച്ച സ്ഥലത്തിന്റെയും നാഥനായ ദൈവമേ, അവിടുത്തെ വചനമാണല്ലോ കർത്താവ് എല്ലാത്തിനും അടിസ്ഥാനം. അവിടുത്തെ നാമമാണ് കർത്താവ് അടിസ്ഥാനം. ആ വലിയ നാമത്തിന് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ആത്മീയ ഭവനം പറഞ്ഞു കേൾക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവരും ശക്തി തരണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. എന്നോട് സംസാരിച്ച ഓരോ വാക്കുകൾക്കും ഞങ്ങൾക്ക് നന്ദി, മഹത്വം, സ്തോത്രം, ആരാധന അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മറിയമേ സൃഷ്ടി